നമസ്കാരം. എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛ, സ്വാഗതം. ശ്രീ മനോജ് ജോർജ്, മനോജേട്ടാ സ്വാഗതം. സിസ്ലി, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗുഡ്നസ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജെയിംസ് കല്ലുങ്കൽ. ജെയിംസ് അച്ഛ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് പാട്ട് തുടങ്ങാം, നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെയും കൂടി വെൽക്കം ചെയ്തിട്ട്. ഹലോ, വെൽക്കം. ആദ്യമായിട്ട് വേദിയിലേക്ക് മത്സരിക്കാൻ എത്തുന്നത് ആഗ്നസ് ജിജു ആണ്. ഹലോ ആഗ്നസ്. ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. യാത്രയൊക്കെ സുഖമായിരുന്നു? ആഗ്നസ്, ഇന്ന് നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ മാതാവിന്റെ ഗാനത്തോടു കൂടിയാണ് തുടങ്ങുന്നത് അല്ലേ? വേഷമൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, നല്ല പൂവൊക്കെ വെച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മോളെ സ്റ്റൈൽ ചെയ്തതൊക്കെ ആരാണ്? ആരുടെ ഐഡിയ ആണ്? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള സ്ലൈഡ്സ് ഒക്കെ ഒപ്പിച്ചു, അങ്ങനെ അങ്ങ് ഇടാന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്നിപ്പോ നമ്മള് മാതാവിന്റെ ഗാനത്തോടു കൂടി തുടങ്ങാൻ പോവുകയാണ്. മോള് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്തു? നമ്മുടെ ഫസ്റ്റ് സോങ് പാടിയതിനു ശേഷം പിന്നെ നെക്സ്റ്റിലേക്കുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്തു. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു? ആണ്. ഓക്കെ, ഏതാ പാട്ട് പാടുന്നത്? ഞാൻ മരിയൻ റോണില് ശാലീനയാകുന്ന വെൺപ്രാവേ. ഓക്കെ, ഹാപ്പി അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാലോ? തുടങ്ങാം. ശരി, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. മാലിന്യമേശാദേശോ തൻ കൈകൾ മല
മാലാഖമാരുടെ രാജ്ഞിയെ നീലാംബരത്താൽ എന്നെ മൂടണേ മാലിന്യമേശാതെ ഈശോ തൻ കൈകൾ മലരുപോലെ എന്നെ അർപ്പിക്കണേ. ആഗ്നസിന്റെ കൂടെ ആരൊക്കെയെന്ന് വന്നിരിക്കുന്നേ? അമ്മ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ കേട്ടോണ്ടിരിക്കായിരിക്കും, അവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കായിരിക്കും അല്ലേ, മോൾക്ക് നന്നായിട്ട് പാടാൻ പറ്റണേ എന്നുള്ളത്. മാർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ബോധേഡാണോ? നോക്കുന്നുണ്ടോ മാർക്ക് എത്ര കിട്ടുന്നതെന്നൊക്കെ? എത്ര കിട്ടിയാലും കുഴപ്പമില്ല, നന്നായിട്ട് പാടുക എന്നുള്ളതാണ്. അതെ അല്ലേ മനോജേട്ടാ? ആഗ്നസ് യെസ് ആഗ്നസ് വളരെ വിശേഷമായിട്ട് പാടി പാട്ട്. താങ്ക് യു. ഇത് കഴിഞ്ഞ തവണയേക്കാളൊക്കെ വളരെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ എന്താ പറയുക, ഈസി ആയിട്ട്, ഒരു ഈസി സിംഗിങ് എന്ന് പറയില്ലേ, ആ രീതിയിലാണ് മോള് പാടിയത്. നന്നായി പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നോ? അതിന് ശേഷമൊക്കെ ദിവസമൊക്കെ ചെയ്യണ്ടായിരുന്നോ? ദിവസം ചെയ്യും, ഇടയ്ക്ക് വിടൂല്ലേ? ക്ലാസിക്കൽ പഠിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാറില്ലേ? അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ദിവസം അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പൊ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്തതിന്റെ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. മോൾക്ക് നല്ലൊരു വോയിസ് ദൈവം തന്നിട്ടുണ്ട്. നല്ല ഗെയിനുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ആണ്. കാരണം അതൊക്കെ ഒരു 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 ഭാഗ്യമാണ് അങ്ങനെയൊക്കെ ഒരു വോയിസ് കിട്ടുക എന്ന് പറഞ്ഞാൽ. പിന്നെ പാടാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം നന്നായി പ്രാക്ടീസ് ചെയ്ത് വരണം കേട്ടോ. പിന്നെ ഈ പാട്ടിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പിച്ച് ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഹൈ പിച്ച് വരുമ്പോൾ അവിടെയാണ് ഒരു ഇത്തിരി ഫ്ലാറ്റായി പോകുന്ന പോലെ തോന്നി. ഓക്കെ, പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പിച്ചിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ ഗംഭീരമായിട്ട് പാടി. നല്ല നല്ല ഫ്രേസിങ് ആയിരുന്നു. കുറേ ഒരു പ്രൊഫഷണലിസം ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ത്രൂ ഔട്ട് സോങ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ആ ഒരു എനിക്ക് തോന്നുന്നു മോർ ദൻ ഒരു 70% ഒക്കെ ഒരു നന്നായി ആ ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെ തന്നെ പാടിയിരുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് പിന്നെ ലൈവായിട്ട് പാടുമ്പോൾ നോർമൽ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പാടുക. ഓക്കെ, താങ്ക് യു. സിസ്ലി. ആഗ്നസ്, യെസ്. കഴിഞ്ഞ പ്രാവശ്യം മോള് ഏത് റൗണ്ടാ പാടിയേ? മെലഡി. ഓക്കെ, അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞു തന്ന ഫീഡ്ബാക്സ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പറഞ്ഞു തന്ന കാര്യങ്ങളിൽ പിച്ചിന്റെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെയാണ് ഓർമ്മയുള്ളത്. ഓക്കെ, ശരി. ഞാൻ മോളത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ചതാണ്. എനിക്ക് മോൾ ആ ഹമ്മിങ് പാടിയില്ലേ, ഒരു ലൈൻ ഹമ്മിങ് പാടുമോ? ജസ്റ്റ് 1 ലൈൻ ഒന്ന് പാടുമോ? ഓക്കെ, മതി. ആന്ന് വയ്ക്കാതെ ആ തുറന്ന് വാ തുറന്നേ, കുറച്ചും കൂടെ തുറന്നിട്ട് ആന്ന് തന്നെ ഒന്ന് പാടിക്കേ. ഇനി വാ തുറക്കണം. അടുത്ത ലൈൻ എന്ന് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. വാ അടഞ്ഞടഞ്ഞു പോകുന്നുണ്ട്. അപ്പം പറയുമ്പോൾ ആന്ന് തന്നെ കേൾക്കണം. അപ്പം മോള് വാ ഇച്ചിരി ക്ലോസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് തുറന്ന് തന്നെ ആന്ന് തന്നെ പറയണം കേട്ടോ. പിന്നെ ഇതിനകത്ത് മാതാവിനെ കുറിച്ച് ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ആണല്ലോ. നമ്മുടെ ലുത്തീനിയ ചൊല്ലുമ്പോൾ കേൾക്കുന്ന കുറേ അഡ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. മോൾക്ക് ഓർമ്മയിലോട്ട് വരുന്ന കുറച്ച് അഡ്ജക്റ്റീവ്സ് പറഞ്ഞു ഈ പാട്ടിലുള്ള. മാലാഖമാരുടെ രാജ്ഞി, അമലോദ്ഭവ മാതാവേ, വെൺപ്രാവേ, പനിമലരെ, ഇങ്ങനെ ഒരുപാട്, നീലാംബരം. കറക്റ്റ്. അപ്പം അങ്ങനെ പൗർണമിയെ, ഇങ്ങനെ ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ആണ് മാതാവിനെ കുറിച്ച് പറയുന്നത് അല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ
നമ്മുടെ ലുത്തീനിയ നമുക്ക് ഓർമ്മ വരും. ഓരോ ലൈൻസിലും അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ മനോജേട്ടൻ പറഞ്ഞ പോലെ ഹൈ പോർഷൻ മോൾക്കിപ്പോൾ വോയിസ് ട്രെയിൻ ഉള്ളത് കൊണ്ടാണോ അതോ ഹൈ ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്? കുറച്ച് ദിവസമായി. ഓക്കെ. അത് ആ മലരു ആ ഭാഗമാണ് എത്തുന്നില്ല. ആ എപ്പോഴും പാടുമ്പോൾ ആ ലൈൻ അവിടെ ഹിറ്റ് ചെയ്യുന്നില്ല. ആ ഒരു ലൈൻ മാത്രം ഒന്ന് പാടാമോ? മാലാഖമാരുടെ രാജ്ഞി നീലാംബരത്താൽ എന്നെ മൂടണേ, മാലിന്യമേശാതെ ഈശോതൻ കൈകൾ മലരുപോലെ അർപ്പിക്കണേ. അർപ്പിക്കണേ, മലരുപോലെ അർപ്പിക്കണേ, മലരുപോലെ അർപ്പിക്കണേ. ആന്ന് തന്നെ കേൾക്കണം കേട്ടോ, അർപ്പിക്കണേ. അതുപോലെ കൈകളിൽ അതിന് മുമ്പത്തെ ലൈൻ ജസ്റ്റ് കൈകൾ വരെ കേൾക്കുന്നുള്ളൂ. പെട്ടെന്ന് ആ വരി പാടിയിട്ട് നെക്സ്റ്റ് എടുക്കുമ്പോ അത് പക്ഷെ പറ്റില്ല അത് പറ്റില്ല. കൈകളിൽ തന്നെ കേട്ടിട്ട് അടുത്ത ലൈനിലോട്ട് പോകണം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ലൈൻസും അങ്ങനെ വിടാൻ പറ്റില്ല. ഈ ഓരോ ലൈനിനും അർത്ഥമുണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ അടുത്ത ലൈൻ. അപ്പൊ അത് കൈകളിലാണോ, ഇന്നാണെങ്കിൽ ഇന്ന് കേൾക്കണം, ഇല്ലാണെങ്കിൽ ഇന്ന് കേൾക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മുടെ പാട്ടുകൾ അത് ദാസേട്ടനൊക്കെ പാടുന്ന നല്ല, നമ്മള് കാസറ്റിലൊക്കെ പണ്ട് പാടുമ്പോൾ കേട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇല്ലും ഇന്നും എല്ലാം കേട്ടോ, അത് അത്രയും വ്യക്തമായിട്ടാണ് ദാസേട്ടനൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും വ്യക്തതയോടുകൂടി പാടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ പ്രൊനൗൺസിയേഷനിൽ കുറച്ച് ഇതുണ്ടായിരുന്നുള്ളൂ. ബാക്കി മോള് ഈ അകാരം പറയുന്നത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. പോളച്ച അഗ്നസ് നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. നല്ല ശബ്ദമാണ് അഗ്നസിൻ്റെ, നല്ല ശബ്ദം. പ്രത്യേകിച്ച് ഈ പാട്ടുകൾ നമുക്ക് ശ്രുതി ശുദ്ധമാണെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. അത് നമ്മൾ ഓരോ വരിയും സ്ലോ ടെമ്പോയിൽ പാടണം. അങ്ങനെ പാടാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസ് നമുക്ക് ശ്രുതി അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പാട്ടിൽ, അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്ലക്ച്വേഷൻസ് വരാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ മാലാഖമാരുടെ ഒന്ന് പാടി. മാലാഖമാരുടെ രാജ്ഞി. അത് മാലാഖമാരുടെ ഓരോ സിലബിളിന്റെയും ശ്രുതി കറക്റ്റ് ആവണം. സ്ലോയില് മാലാഖമാരുടെ രാജ്ഞി ഇങ്ങനെ ഓരോ ലൈൻ പാടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശ്രുതി തെറ്റില്ല, ശ്രുതി അലൈൻമെന്റ് മാറില്ല. അതിന് വോക്കൽ കോഡ്സ് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമ്മളുടെ വോക്കൽ കോഡ്സിന്റെ മസിൽസും പിന്നെ പ്ലേസ്മെന്റ്, ഓരോ നോട്ട് സ്ഥാനങ്ങളുണ്ടല്ലോ, അത് തമ്മിലൊരു സിങ്കർണൈസേഷൻ ഉണ്ട്. ആ സിങ്കർണൈസേഷൻ കൈവിട്ടു പോകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ സിങ്കർണൈസേഷൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയുള്ള എക്സർസൈസുകൾ നമ്മളെ സഹായിക്കും. ഇത് ഒരു പാട്ടിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ എല്ലാ പാട്ടുകളിലേക്ക് ഈ തന്ത്രം കൊണ്ടുവരാൻ പറ്റും. ഇത് സാക്ഷാൽ ദാസേട്ടൻ തന്നെ പറയുന്ന ടെക്നിക്കാണിത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ചില പ്രൊഫഷണൽ ടെക്നിക്സ് നമ്മുടെ ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓരോ വരികളും നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ശ്രുതി ഭംഗം ഫീൽ ചെയ്യില്ല. നമുക്ക് പാട്ട് കേൾക്കുന്നവർക്കും നമുക്ക് ഈസി ആയിരിക്കും പാടാനായിട്ട്, കോൺഫിഡൻസ് കൂടും. ഓക്കെ. പിന്നെ അക്ഷരശുദ്ധി, സ്വർഗ എന്ന് കൃത്യം തന്നെ പറയണം. ഒരുപാട് ആ സ്വ വരുന്നുണ്ട് ഇതിൽ. സ്വന്തം, പിന്നെ ഹ്രസ്വം. അപ്പം സ്വം എന്ന് കൃത്യമായിട്ട് തന്നെ പറയണം. അതിപ്പോൾ ഒരു പകുതിയിൽ ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണുള്ളൂ. അത് ക്ലിയർ ആയിട്ട് തന്നെ വരണം. ഉച്ചാരണത്തിൽ ആ അക്ഷരങ്ങൾ ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ കുറേ കൂടി നല്ല കേൾക്കാനും സുഖം ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. മാർക്ക് അറിയുന്നതിന് മുമ്പേ നമുക്ക് ഒരു ആളും കൂടെ നമ്മുടെ പാട്ട് ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വിശിഷ്ട അതിഥി. അച്ഛൻ്റെ അടുത്ത് ചോദിക്കട്ടെ? ജെയിംസ് അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പാട്ട്? വളരെ നന്നായിരുന്നു. താങ്ക് യു അച്ഛാ. നമ്മൾ ഈ മരിയൻ കോൺസിക്രേഷൻ നോക്കുമ്പോൾ മാതാവിനെ നമ്മൾ സ്വർഗരാജ്ഞിയും കരുണയുടെ മാതാവും ഒക്കെ ആയിട്ട് കണ്ടിട്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു മാതാവിന്. അങ്ങനെ പൂർണ്ണമായിട്ടും മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ കൈപിടിച്ച് ജീവിതയാത്രയിൽ നടത്തണം. കാരണം മാതാവ് യേശുവിനെ ഇങ്ങനെ നയിച്ചതുപോലെ നമ്മയും ജീവിതത്തിൽ കുരിശൊക്കെ വഹിച്ചൊക്കെ പോകുമ്പോൾ കൈപിടിച്ച് നടത്തണം, സഹായം ഉണ്ടാകണം എന്നുള്ള വലിയൊരു പ്രാർത്ഥനയാണ് ഈ പാട്ടിലൂടെ
ആഗ്നസ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ജീവിതത്തിൽ മാതാവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അച്ഛൻ. താങ്ക് യു ഫാദർ. ഇനി നമുക്ക് മാർക്ക് നോക്കാം. പോളച്ച അഗ്നസ് 7.5 മാർക്സ്. താങ്ക് യു. മനോജ് ചേട്ടാ ആഗ്നസിന് 8 മാർക്സ്. താങ്ക് യു. സിസ്ലി 7.5. താങ്ക് യു. അപ്പം ആഗ്നസിന് ലഭിച്ചിരിക്കുന്നത് 23 മാർക്സ് ആണ് 30-ല്. ഹാപ്പി? ഹാപ്പി. ഓക്കെ. ആദ്യം മോൾക്ക് എത്ര മാർക്കായിരുന്നു ആദ്യത്തെ പാട്ടിന്? 21.5. 21.5. ഓക്കെ, അപ്പം ഇംപ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? പക്ഷെ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങണ്ടേ? നമുക്കിനി ഒരു പാട്ടും കൂടി ഉണ്ട് അല്ലേ? അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ശരി, അപ്പൊ എന്നാ നന്നായിട്ട് ആ പാട്ടും പഠിച്ചിട്ട് വരൂ. നമുക്കപ്പൊ കാണാം കേട്ടോ. അശ്വിൻ തോമസ് ആണ് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-ൽ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ്. വരൂ. യെസ് അശ്വിൻ കുട്ടാ, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ഓക്കെ, മോൻ ഇപ്പം ഒരു തവണ വന്നു, ഇവിടെ വന്ന് പെർഫോം ചെയ്തു പോയി. സെക്കൻഡ് ടൈമും വന്നു പോയി. മോന്റെ എപ്പിസോഡ് ടിവിയിലും വന്നിരുന്നല്ലോ അല്ലേ? അങ്ങനെ മോൻ കണ്ടു. അപ്പം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ മോന് തന്നെ മോനെ സ്ക്രീനിൽ കണ്ടപ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാ തോന്നിയത്? ഒന്നാമത്തെ കാര്യം അതായത് വാക്കുകൾ സ്ഫുടമാകുന്നില്ലായിരുന്നു. ആ, പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സ്. എന്തൊക്കെയാ ചെറിയ ചെറിയ മിസ്റ്റേക്സ്? വോയിസിന്റെ ചെറിയൊരു പ്രോബ്ലം പോലെയും അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും ഇനി വരില്ല എന്ന് ഉറപ്പിച്ചിട്ടാണോ ഇന്നിപ്പോ മൂന്നാമതിങ്ങ് വന്നിരിക്കുന്നത്? അതെ, നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, തറോ ആക്കിയിട്ടുണ്ട്. ആരാ ജഡ്ജ് ചെയ്തത് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തപ്പോ? അമ്മയും പപ്പയും ആണ്. ഓക്കെ, അവരുണ്ടോ? ഒന്ന് വന്നിട്ടുണ്ടോ ഇവിടെ? ശരി, അപ്പൊ അമ്മയും അപ്പയും അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ മോൻ, ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇപ്പം തൊട്ട് മുന്നേ കഴിഞ്ഞതും മാതാവിന്റെ നല്ലൊരു ഗാനമായിരുന്നു. മോനും പാടാൻ പോകുന്നത് മാതാവിന്റെ ഒരു ഗാനമാണ് അല്ലേ? നന്നായിട്ട് പാടണം കേട്ടോ. ഓക്കെ.
ദൈവമേ ആലംബമില്ലാത്തോർക്കാശ്രയമേ ആകുല മാനസർക്കാശ്വാസമേ അലിവിൻ നിറവിയമ്മലോൽപവേ അഴകിന്നഴകാം കന്യാംബികേ അലിവിൻ നിറവിയമ്മലോൽപവേ അഴകിന്നഴകാം കന്യാംബികേ അഴലിൽ തഴുകും കുളിർതെന്നലേ ഷാരോണിലേ പനിനീർപ്പൂവേ മുള്ളുകൾക്കിടയിലേ ലില്ലിപ്പൂവേ പാവന സ്നേഹത്തിൻ പൂന്തിങ്കളേ പാരിൽ പ്രഭ തൂകും പൊൻതാരമേ പാവന സ്നേഹത്തിൻ പൂന്തിങ്കളേ പാരിൽ പ്രഭ തൂകും പൊൻതാരമേ അമ്മേ മരിയേ വിമലാംബിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അമ്മേ അമലമനോഹരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അശ്വിൻകുട്ട, എന്തോ ഇവിടെയുള്ള നമ്മുടെ ജഡ്ജസ് മോന്റെ പാട്ട് കേട്ട് കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരില്ലേ? ആ പിന്നെ മോൻ വീട്ടിൽ നിന്ന് പാടുമ്പോൾ മോന്റെ അച്ഛനും അമ്മയാണ് ചെയ്തു തരാം. മോന്റെ ഫ്രണ്ട്സും അവരുടെ ഇടയിലും മോൻ ഇതുപോലെയൊക്കെ പാടിക്കൊടുക്കുമ്പോൾ അവരാരെങ്കിലും എന്തെങ്കിലും വല്ല മോന്റെ പ്രോഗ്രാം കണ്ടിട്ട് അങ്ങനെ അവരെന്തെങ്കിലും കമന്റ് ചെയ്യാറുണ്ടോ? സ്ഫുടത പറഞ്ഞിട്ടുണ്ട്. ആണോ? പിന്നെ വേറെ എന്തൊക്കെയാ അവര് പറയും? പിന്നെ നന്നായി പാടണമെന്ന് പറഞ്ഞു. ആ, പിന്നെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയും. പറഞ്ഞു വിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. ആ. അപ്പൊ അവര് കാത്തിരിക്കായിരിക്കും. ആ. സ്കൂളൊക്കെ കളഞ്ഞിട്ട് ഇവിടെ നിക്കല്ലേ? അതെ, അവരോട് പറഞ്ഞോ കോമ്പറ്റീഷന് പോവാന്ന്? പറഞ്ഞായിരുന്നു. അപ്പൊ മോൻ ഇടവകയില് ക്വയറിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളല്ലേ? അതെ അതെ. അപ്പൊ അവിടെയും പാടുമ്പോ അവിടെയുള്ള ഫ്രണ്ട്സും പറയാറുണ്ടാവോ ഈ മോന്റെ ക്ലാരിറ്റിയുടെ കാര്യം? ആ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആ. ഒരാള് പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ നമുക്ക് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടോ മനോജേട്ടാ? ഇല്ല, അധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ആ ഇംപ്രൂവ് ചെയ്തു. എനിക്ക് തോന്നുന്നു പ്രാക്ടീസിന് ഞങ്ങൾ ഇവിടെ കേട്ടു പാടുന്നത്, പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് പാടിയത്. ആഷൻ, എന്തോ ആഷൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്. 7ാം ക്ലാസ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന് വല്ല വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? തൊണ്ടയ്ക്കോ അങ്ങനെ എന്തെങ്കിലും? വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. മോൻ വളരെ നന്നായിട്ട് പാടി ഈ പാട്ട്. എനിക്ക് തോന്നുന്നൊരു മാതാവിനോടുള്ള ഒരു ഭക്തി ത്രൂ ഔട്ട് ഈ സോങ്ങിൽ ഉണ്ടായിരുന്നു. അത് മാക്സിമം യു ട്രൈ ടു കീപ് ഇറ്റ്. ഓക്കെ. പിന്നെ മോന് നല്ല വോയിസ് ഉണ്ട്. കർണാട്ടിക്കൊക്കെ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അതൊക്കെ എങ്ങനെ പ്രാക്ടീസൊക്കെ നടക്കാറുണ്ടോ? ഉണ്ട്. ഡെയിലി ഉണ്ടോ? ആ ഇവിടെ വന്നിട്ടില്ല, അല്ലാത്ത അത് കുഴപ്പമില്ല. വീട്ടിലായിരിക്കുമ്പോ പ്രാക്ടീസ് ചെയ്യാറില്ലേ? ഉണ്ട്. അപ്പൊ സാറിന് ഈ പാട്ട് പാടി കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റാറുണ്ടോ? ആ ഒരു വട്ടം പാടി കേൾപ്പിച്ചു. സാർ അതൊക്കെ കറക്റ്റ് ചെയ്യാറുണ്ട് ആ അല്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് മോൻ നന്നായിട്ട് ചില പ്ലാൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. ചില സംഗതികളെല്ലാം വേണ്ടുന്ന രീതിയിൽ. പിന്നെ ഹൈ പിച്ച് എത്തുമ്പോഴാണ് ഇത്തിരി പ്രശ്നം തോന്നുന്നത് അല്ലേ? ഏകദേശം. അപ്പൊ മോനതൊക്കെ ഈ ഹൈ പിച്ചൊക്കെ പല പിച്ചുകളിൽ ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ ക്രാക്ക് ചെയ്തെന്ന് വരും, പക്ഷെ ഫർഗെറ്റ് ഇറ്റ്. അത് ക്രാക്ക് ചെയ്താണ് ശബ്ദമൊക്കെ തൊണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആവുക. ഓക്കെ. അപ്പൊ അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പം അക്ഷരങ്ങൾ ഈ പറഞ്ഞ പോലെ അക്ഷരസ്ഫുടത അതൊന്ന് ശ്രദ്ധിക്കണം. പല വാക്കുകളും ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് മെയിൻലി നോട്ട് ചെയ്ത്. മോൻ എന്തായാലും നല്ലൊരു ഭാവിയിലൊരു സിംഗറാണ്. ഓക്കെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഇനി അച്ഛൻ്റെ അടുത്ത് ചോദിക്കട്ടെ. പോളച്ച, അശ്വിൻ നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫാദർ. ഇത് ഈ പാട്ടിന്റെ റിഹേഴ്സൽ പലപ്പോഴായിട്ട് നടത്തിയിരുന്നോ? നടത്തി. ഇതിന്റെ ഒറിജിനല്
ആര് പാടിയിട്ടുള്ളതാ? ശ്രേയ ചേച്ചി. ആ, അപ്പൊ ഈ ഒറിജിനൽ എപ്പോഴും നമ്മൾ കേൾക്കണം. പലപ്പോഴും കേൾവിയാണ് നമുക്ക് ഏറ്റവും മുഖ്യം. കേൾവി ജ്ഞാനം എന്ന് പറയുന്നത് തമിഴിൽ, മനസ്സിലായോ? അപ്പോൾ എവിടെയൊക്കെ ചെറിയ സംശയങ്ങളുള്ള പോലെ എനിക്ക് തോന്നി ആഷിൻ പാടിയപ്പോൾ. ചില സ്ഥലത്ത് ട്യൂൺ, ചില വരികളിൽ അത് നമ്മൾ ഒരു പെർഫോമൻസിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒറ്റ വരി നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. ആ സംശയം വരാത്ത രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിനെ ശരിപ്പെടുത്തി എടുക്കണം. കുറച്ച് സംശയം ബ്രെയിനിൽ നമ്മുടെ ബാക്കി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ പെർഫോമൻസിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കധികം പ്രാക്ടീസ് വേണമെന്നാണ് പറഞ്ഞു വരുന്നത് എൻ്റെ ആശയം. പിന്നെ ഈ കർണാട്ടിക് മ്യൂസിക് പഠിക്കണം എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. എന്താ പ്രാക്ടീസ് ചെയ്യുന്നത്? ആദ്യം സ്വരങ്ങള് 1ാം കാലം തൊട്ട് 4ാം കാലം വരെ പാടും. സരളി വരിശകൾ. സരളി വരിശകള്. അതിനുശേഷം ഓരോരോ എടുത്ത ഭാഗങ്ങൾ അങ്ങനെ മധ്യസ്ഥ വരിച്ച, തടസ്സ വരിച്ചതൊക്കെ പ്രാക്ടീസ്. സരളി വരിശകളൊന്നും പ്രാക്ടീസ് ചെയ്യോ? എന്നും പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ ഈ ബേസിക്സ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. പലവരും ഈ കുറച്ച് കഴിയുമ്പോൾ ബേസിക്സ് ഒക്കെ വിട്ടുകളയും, വർണ്ണങ്ങളും കീർത്തനങ്ങളും കയറി പിടിക്കും. പക്ഷെ ഈ ബേസിക്സിൽ നിന്ന് നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. അതുപോലെ കുറച്ചുകൂടി മനസ്സിരുന്ന് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അതിജീവിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ എസൻസ് ഉണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു. സിസ്ലി. ഹായ് അശ്വിൻ. എന്തോ? അശ്വിൻ ഒരു എനിക്ക് തോന്നിയൊരു ദീർഘദർശിയാണ്. എന്താ കാര്യം എന്നറിയോ? മനോജേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് എനിക്ക് അക്ഷരസ്ഫുടതയിൽ ചെറിയ പ്രശ്നമുണ്ട്, പിന്നെ പിച്ചിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതായത് എല്ലാ കൊച്ചു തന്നെ പറഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ എന്താ പറയാ ബാക്കിയുള്ളത്? അപ്പം എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. മോൻ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. ആരോടാ പ്രാർത്ഥിക്കാറ്? പ്രാർത്ഥന മാതാവിനോട് ജപമാല ചെല്ലുവാറുണ്ട്. ഓക്കെ. പിന്നെ സാധാ സങ്കീർത്തനങ്ങളെല്ലാം അങ്ങനെ. അതെ, ഓ വെരി ഗുഡ്. അപ്പൊ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ കയറുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നോ? ഒരു വെറുതെ 10 നന്മ നിറഞ്ഞേർമയിലിട്ട്. അയ്യോടാ, ശരി. എന്താ മാതാവിനോട് പ്രാർത്ഥിക്കാറ്? മാതാവേ എനിക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കാറ്? സ്വരം നന്നായി കിട്ടണേന്ന് പറഞ്ഞിട്ട്. അയ്യോടാ, സ്വരം നന്നായി കിട്ടണേന്നല്ലേ. അപ്പൊ അതിന്റെ കൂടെ ഇനി അടുത്ത പ്രാവശ്യം മോൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സെന്റൻസും കൂടി ആഡ് ചെയ്യണം. അതെന്താന്ന് പറഞ്ഞാൽ, ഈശോയെ അല്ലെങ്കിൽ മാതാവേ ഞാൻ പാടുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരിലേക്ക് എനിക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണേന്ന് കേട്ടോ. അതെന്തോ ഒരു മോൻ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നറിയില്ല. പക്ഷെ ഈ ഒരു സെന്റൻസ് ഒന്ന് ആ കൂട്ടത്തിലും കൂടെ എങ്ങനെയാ പ്രാർത്ഥിക്കുക? ഈശോയെ ഞാൻ പാടുമ്പോ ഇത് കേൾക്കുന്നവരിലേക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണേ. ആ ഒരു സെന്റൻസും കൂടെ. കാരണം നിങ്ങളൊക്കെ അത്രയും നിഷ്കളങ്കരാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര നിഷ്കളങ്കർ. അപ്പൊ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നേരെ ഐ തിങ്ക് ഇറ്റ് ഗോസ് ടു ഹെവൻ. പിന്നെ മോൻ പാടുന്ന ആ ഒരു ടാലന്റ് ഇല്ലേ, നമ്മൾ വിചാരിക്കും അതൊരു ഞാൻ പാട്ട് പാടുന്നു, എനിക്ക് പാട്ടുകാരനാണ്, പാട്ടുകാരിയാണ്, അതിലിപ്പോൾ എന്താ. പക്ഷെ അങ്ങനെയല്ല, അത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം നമുക്ക് സ്പെഷ്യലായിട്ട് ഈശോ അശ്വിൻ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈശോ സ്പെഷ്യലായിട്ട് തന്നാണ്. അപ്പം അത് തരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം പാടുന്നത് 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണെന്നാണ് സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ടാലൻറ്റഡ് ആണ്. അപ്പോൾ അത് നമുക്ക് കാത്തു സൂക്ഷിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് മോനെ, നന്നായി പാടി കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ഇനി നമുക്ക് ജെയിംസ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, മോന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ? പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു ഫാദർ. നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എപ്പോഴും നന്മ അറിഞ്ഞ മറിയത്തിലെല്ലാം ചെയ്യുക. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണത്. കാരണം നമ്മൾ ആലംബഹീനരാണ്. ജീവിതത്തിലെ ഒത്തിരി ദുഃഖങ്ങളിലൂടെയും പ്രശ്നം പിടിച്ച കാര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോവുക. അപ്പം നമ്മൾ മാതാവിലേക്ക് നോക്കുമ്പോൾ ദൈവപിതാവിൻ്റെ അടുത്തും ദൈവപുത്രൻ്റെ അടുത്തും പരിശുദ്ധാത്മാവിൻ്റെ അടുത്തൊക്കെ ശക്തിയുള്ള ഒരു മാധ്യസ്ഥയായിട്ട് മാതാവ് നിലകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ പലരായിട്ട് ഇങ്ങനെ പല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിശുദ്ധിയുടെ സാന്നിധ്യമായിട്ട് മാതാവ് നിലകൊള്ളുന്നു. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഒരു ബോധ്യം വന്നിട്ട് നമ്മൾ ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, മാതാവിൻ്റെ പ്രാർത്ഥന ചോദിക്കുകയും ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നല്ലൊരു പ്രാർത്ഥനാഗീതമായിരുന്നു. പ്രാർത്ഥനാപൂർവ്വം പാടി. അശ്വിന് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഫാദർ. താങ്ക് യു. ഇനി മാർക്ക്. സിസ്ലി. അശ്വിൻ 7 out of 10. താങ്ക് യു. ഓക്കെ. മനോജ് ചേട്ടാ?
അശ്വിൻ 7 marks. താങ്ക് യു. കോളച്ച അശ്വിന് 7 marks. താങ്ക് യു. അഗെയിൻ 7. അപ്പം അശ്വിന് ഈ പാട്ടിന് ലഭിച്ചിരിക്കുന്നത് 21 മാർക്സ് ആണ് 30-ല്. ഹാപ്പി? കുറച്ച് അല്ലേ, കുറച്ചും കൂടെ. അപ്പോൾ എന്തായാലും എന്താ പറയാ, മോന്റെ 3 പാട്ടുകളും കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഗാനത്തോടു കൂടി. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് അശ്വിൻ ഉണ്ടാവുമോ ഇല്ലയോ അറിയത്തില്ല. ഉണ്ടാവട്ടെ എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഈ എപ്പിസോഡിലെ 3ാമത്തെ ഗാനം, ലാസ്റ്റ് ഗാനത്തിലേക്ക് പോവാം. എവ്ലെറ്റ് സെലിൻ ആണ് ഈ ഗാനം ആലപിക്കാനായി മത്സരിക്കാനായി വേദിയിലേക്ക് എത്തുന്നത്. ഹായ് എവ്ലെറ്റ്. ഹായ്. മാധവന്റെ ഗാനാണോ അതോ മെലഡി ആണോ? മെലഡി. മെലഡിയാണ് പാടാൻ പോണത്. ഓക്കെ, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇതിനു വേണ്ടിയിട്ട് പുതിയതെടുത്തതാണോ? അതെ. ആണോ? ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വന്ന് പാടാൻ വേണ്ടിയിട്ട്? അതെ. അപ്പൊ എന്ത് എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവും ഈ ഡ്രസ്സ്. അപ്പൊ അത്രയും ഇനിഷ്യേറ്റീവ് പാരന്റ്സ് എടുത്തു മോൾക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങിത്തരാൻ. അപ്പൊ മോള് പകരം എന്താ ചെയ്തേ? പാട്ട് നന്നായി പഠിച്ചു, സെറ്റ് ആയിട്ടുണ്ട്. എവ്ലെറ്റിന്റെ എനിക്ക് ഇത് 3ാമത്തെ പാട്ടാണ് എവ്ലെറ്റിന്റെ അല്ലേ? ഫസ്റ്റിലത്തെ എല്ലാം ആ റൗണ്ട് ഇതോടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഫാസ്റ്റ് നമ്പറും പാടി, മാതാവിന്റെയും പാടി, ലാസ്റ്റ് മെലഡി ഗാനം. ആ മെലഡി ഗാനം ചൂസ് ചെയ്തത് ആരാണ്? എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ചാച്ചനും അമ്മയും പറഞ്ഞു സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മോളെ പുതിയതായിട്ട് പഠിച്ചെടുത്ത പാട്ടാണോ? നേരത്തെ തന്നെ അറിയാമായിരുന്നു. പാടിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇടവകയിലാണെങ്കിലും പാടിയിട്ടുണ്ടോ ഈ പാട്ട്? പാടിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് നല്ല കുറച്ച് നാളുകളായിട്ട് അറിയാവുന്ന ഒരു പാട്ടാണ് അല്ലേ? അപ്പൊ മോൾക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടിന് ശേഷം കാണാം കേട്ടോ.
ചേരുമ്പോൾ കനലായി മാറും തോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ എന്നെ നിൻ സ്നേഹമായി മാറ്റണേ നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ എന്നെ നിൻ സ്നേഹമായി മാറ്റണേ എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കടം നീയായി തീർന്നിടാം കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കടം നീയായി തീർന്നിടാൻ നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ നീയാം കടലിൽ ഞാനലിഞ്ഞു നീയാകാം നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ നീയാം കടലിൽ ഞാനലിഞ്ഞു നീയാകാം എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ എന്നെ നീയാക്കി മാറ്റിയിടണമേ എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും പഠിച്ച പോലെ പ്രാക്ടീസ് ചെയ്ത പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് ഇവിടെ പാടാൻ പറ്റിയത്? പാടാൻ പറ്റി പറ്റി. റിഹേഴ്സൽ ചെയ്തതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് പാടാൻ പറ്റിയോ? തോന്നുന്നു. നമുക്ക് ചോദിച്ചാലോ? ചോദിക്കാം. അച്ഛാ, എവലറ്റ് മനോഹരമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു നല്ലൊരു കൂളായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അത്. താങ്ക് യു നല്ല ശബ്ദം, സ്വീറ്റ് വോയിസ് ആണ്. താങ്ക് യു അച്ഛാ. പിന്നെ ഈ പാട്ട് അതുപോലെ തന്നെ നല്ലൊരു മെലഡിയാണ്, നല്ലൊരു ഡിവോഷൻ നിറച്ച് ഭക്തിഭാവം ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള, അതുപോലെ തന്നെ കോറസ്, നല്ല കോറസ് ആയിരുന്നു. എനിക്കൊരു കാര്യം, നാഥ എന്ന് പറഞ്ഞില്ലേ, ഇത്ര നാളായി കുതിച്ചിടുന്നു നാഥ, നാഥ എന്ന് പറയണം. നാഥ അല്ല, അത് ധനത്തിന്റെ ദായായി പോയില്ലേ, അതാണ് മാറ്റേണ്ടത്. താ ഇരട്ടിക്കുകയാണ്. കത്ത, എല്ലാവരും കഥ എന്ന് പറയണത്. കത്ത, നാത്ത പറഞ്ഞു നോക്കിയേ. നാഥ മറ്റേ ഘോഷം അതാണ് അത്. ധനം എന്നൊക്കെ പറയുമ്പോൾ മേഘം എന്നൊക്കെ, അത് ഘോഷം എന്ന് പറയാൻ അതിന് മലയാള ഗ്രാമർ. അത് വരാൻ പാടില്ല ഇതിൽ. താ ഇരട്ടിക്കലാണ്. ക ക എന്ന് പറയുന്ന മാതിരി ത ത. അപ്പോൾ നാത്ത, നാഥ. താന്നുള്ളത് കേൾക്കണം അതില്, കേൾക്കണില്ലല്ലോ. നാത്ത, നാഥ. ആ കുറച്ചും കൂടി കേൾക്കാം. നാഥ. ആ, താ ഇരട്ടിക്കാണ്.
മനസ്സിലായി? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛൻ. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ, എവ്ലെറ്റ് എന്തോ? എവ്ലെറ്റ് ഇത് എനിക്കൊന്ന് അതിമനോഹരമായിട്ട് പാടിയത്. താങ്ക് യു സർ. നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. ആരാ കമ്പോസ് ചെയ്തിട്ടുള്ളത്? ഇത് എഴുതിയിരിക്കുന്നത് ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ, ഓക്കെ മ്യൂസിക് ഫെബിൻ സെബാസ്റ്റ്യൻ. ഓക്കെ ഓക്കെ. എല്ലാം നല്ല വരികളും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ മ്യൂസിക് ആയിരുന്നു. അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ബാൻഡ് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫ്ലൂട്ട് ബീറ്റൊക്കെ ആയിട്ട് സോ നൈസ്. വളരെ ഒരു സൂത്തിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ ഓക്കെ. പുള്ളി തന്നെയാണ് ഇതിൽ ഫ്ലൂട്ട് പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫീല് കേൾക്കാൻ സാധിച്ചു. താങ്ക് യു. പിന്നെ മോള് ആദ്യമൊക്കെ പാടി വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. പിന്നെ ആ കോറസ് പോർഷനൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് പാട്ടിനെ മൊത്തം അങ്ങ് ലിഫ്റ്റ് ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു. പ്രത്യേകിച്ച് ആ കോറസ് പാടിയവർക്കൊക്കെ വെരി താങ്ക് യു. നന്നായി പാടിയവർ. അപ്പം അതൊക്കെ ഈ പാട്ടിന് ഒത്തിരി കോംപ്ലിമെൻ്റ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് പിന്നെ മോള് അത് പാടുമ്പോൾ ചില പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ സംഗീതികൾ, അതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുള്ള പോലെ തോന്നി. മോള് പാട്ട് പഠിക്കുന്നില്ലേ? എത്രയല്ല പഠിക്കുന്നത്? ക്ലാസ് എത്രയല്ലാണ്? 7th. പ്രാക്ടീസൊക്കെ എങ്ങനെ ചെയ്യാറുണ്ടോ? എന്തോ ഒരു ചിരി സംശയമൊക്കെ ഉണ്ടല്ലോ. ദിവസം ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് ഇടയ്ക്ക്. അതാണ് ദൈവം മോൾക്ക് നല്ല ശബ്ദം തന്നുണ്ട്. എന്ത് ബ്യൂട്ടിഫുള്ളാ. കാരണം എല്ലാ ഫ്രീക്വൻസി ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും നന്നായിട്ട് നല്ല പ്രസൻസ് ഉള്ള ഒരു വോയിസാണ്. അതെല്ലാവർക്കും അങ്ങനെ കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു ദൈവത്തിൻ്റെ ഒരു ദാനം കിട്ടിയിരിക്കുമ്പോൾ അത് നന്നായിട്ട് നമ്മളത് വളർത്തിയെടുക്കണ്ടേ? അപ്പോൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഒരു എനിക്ക് തോന്നിയത് മോള് ഈ പാട്ടൊക്കെ പഠിച്ചതിന് ശേഷം ഈ ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക. ചെയ്യാറുണ്ടോ? റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ തനിച്ച് കേൾക്കുക. മേ ബി ഒരു മെട്രോണോം ശ്രുതി വെച്ച് ഒരു ക്ലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു ശ്രുതി ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ശ്രുതി ഇട്ട് ഇത് റെക്കോർഡ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ തന്നെയാണ് ആദ്യത്തെ ജഡ്ജ്. നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ തെറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാലൻറ്റ്. അപ്പോൾ അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തി അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. പ്രത്യേകിച്ച് ആ പ്ലാൻസൊക്കെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളുടെ പെർഫോമൻസ്. എനിക്കൊന്ന് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫ്രം ലാസ്റ്റ് ടൈം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. ഹായ് എവ്ലെറ്റ്. ഹായ്. ആദ്യം തന്നെ പറയാനുള്ള ഓർക്കസ്ട്രയെ കുറിച്ചാണ്. ഗംഭീരമായിരുന്നു. ആൻഡ് ആ ഫ്ലൂട്ട് ചേട്ടനാ വായിച്ചെന്ന് അറിയാമായിരുന്നോ മോൾക്ക്? ഒറിജിനലായിട്ട് അറിയില്ലായിരുന്നല്ലേ? അപ്പോൾ നമ്മൾ കാസറ്റിലോ CD-യിലോ യൂട്യൂബിലോ ഒക്കെ കേൾക്കുമ്പോഴാണല്ലോ പാട്ട്. പിന്നെ മോള് തന്നെയാണല്ലോ പാടുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴാണല്ലോ ലൈവ് ഓർക്കസ്ട്ര ആയിട്ട് ഇരുന്ന് പാടുന്നത്. അപ്പം എന്ത് ഫീലിംഗാണ് മോൾക്ക് കിട്ടുന്നത് പാടുമ്പോൾ? ഓർക്കസ്ട്രയുടെ കൂടെ പാടുമ്പോൾ നേരത്തെ പാടിയിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്ന് ലിഫ്റ്റ് അപ്പ് ചെയ്ത പോലെ തോന്നുന്നില്ലേ? നമ്മൾ തന്നെ പാടുന്നേക്കാളും ഓഫ് കോഴ്സ് അല്ലേ? അത് ഒറിജിനൽ വായിച്ച ആൾക്കാരെ മ്യൂസീഷ്യൻസ് ഒക്കെ തന്നെ നമ്മുടെ കൂടെ അല്ലേ? എന്തൊരു ഭാഗ്യമാണ്. അപ്പൊ ദൈവത്തിന് നന്ദി പറയുന്നു. ആൻഡ് നന്നായി പാടി കേട്ടോ. നല്ല സെലക്ഷൻ ഓഫ് സോങ്. ആരാ സെലക്ട് ചെയ്തേ പാട്ട്? എല്ലാത്തിനും ഡൗട്ടാണല്ലോ. ആരാ? മോള് തന്നെ സെലക്ട് ചെയ്തു? ഓക്കെ ഓക്കെ, ശരി, ഗുഡ്. നല്ല സെലക്ഷൻ ഓഫ് സോങ് കേട്ടോ. ഇതിന്റെ കണ്ടന്റ് എന്താ മോളെ ഈ പാട്ടിന്റെ? അപ്പൊ എന്തായിരിക്കും കണ്ടന്റ്? എന്തായിരിക്കും? എന്തിനെ കുറിച്ചുള്ള സോങ് ആയിരിക്കും ഇത്? എപ്പോഴാ നമ്മൾ പാടുക? ദിവ്യബലിയുടെ
ആ കറക്റ്റ്, കമ്മ്യൂണിയൻ സോങ് ആണിത് ബേസിക്കലി അല്ലേ. മോള് പാടിക്കൊണ്ടിരുന്നപ്പോൾ മുഴുവനും അതാണ് കാസയും കമ്മ്യൂണിയനും ഒക്കെയാണ് മോളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കണക്ട് ചെയ്ത്, അത് എപ്പോഴും നമ്മൾ ആ പാട്ടിൻ്റെ ലിറിക്സ് ശ്രദ്ധിക്കണം. ആൻഡ് അതെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്ത് പാടാൻ പറ്റും കേട്ടോ. പറഞ്ഞ പോലെ തന്നെ കോറസ് നന്നായിരുന്നു, അത് കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്ത് സഹായിച്ച് അങ്ങനെ പോകുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അത് നല്ലതായിരുന്നു. കാരണം മോള് സോളോ ആയിട്ട് അത് പാടുമായിരുന്നെങ്കിൽ വളരെ മൊണോട്ടനസ് ആയിട്ട് പോയേനെ. പക്ഷെ കോറസ് വന്നപ്പം അത് പെട്ടെന്ന് ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്തു കേട്ടോ. നല്ല പ്രസന്റേഷൻ, നല്ല ഡ്രസ്സ്, നല്ല ചിരിച്ച് പാടി, അതെല്ലാം ഓക്കെ ആയിരുന്നു. എനിക്ക് തോന്നിയ കുറച്ചും കൂടി ഒരു ബ്രെത്ത് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. മോൾ എല്ലാ ലൈൻസും അവസാനിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഒന്നൊരു ശ്വാസം മുട്ടല് വന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പം അതൊന്ന് ഇച്ചിരിയും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? എന്തെങ്കിലും ബ്രീത്തിങ് ടെക്നിക്ക് അറിയാവോ? ഈ ഒരു നോസ് അടിച്ചു വെച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ കേട്ടോ. അതൊന്ന് ബ്രീത്തിങ്, പിന്നെ നമ്മൾ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് കുറച്ച് നേരം കൗണ്ട് ചെയ്യുക. അങ്ങനെ ആദ്യം 30 സെക്കൻഡ്സ്, പിന്നെ 40 സെക്കൻഡ്സ്, അങ്ങനെ കൂട്ടി കുറച്ചുകൂടെ കൊണ്ടുവരണം. അപ്പം നമ്മുടെ സിംഗിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. ഒരു നോട്ട് തന്നെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് എത്ര നേരം പിടിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അപ്പം അതൊക്കെ ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. അപ്പം അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു മാം. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം മോളുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ജെയിംസ് അച്ഛാ, പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു ഫാദർ. ഈ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് ദിവ്യകാരുണ്യമായ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് താല്പര്യപൂർവ്വം വളരെയേറെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു അപേക്ഷ പോലെയാണ് തോന്നുക. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ എന്തെല്ലാമാണ് ആ വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ. കുർബാന സ്വീകരണത്തിലൂടെ നമ്മൾ ഈശോയെയാണ് സ്വീകരിക്കുക, ഈശോയുമായിട്ട് ഒന്നു ചേരുന്നു, ഈശോയുടെ സ്നേഹമായിട്ട് നമ്മൾ മാറുന്നു. അങ്ങനെയുള്ള ഒരു ആശയമാണ് അതിലൂടെ നമ്മൾ പങ്കുവയ്ക്കുക. അപ്പോൾ ദിവ്യകാരുണ്യത്തെ താല്പര്യപൂർവ്വം ആഗ്രഹപൂർവ്വം കാത്തിരുന്ന് സ്വീകരിച്ചുകൊണ്ട് കർത്താവുമായി ഒന്നു ചേർന്ന് കർത്താവിൻ്റെ സ്നേഹമായിട്ട് രൂപപ്പെട്ട് ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം പോലെയാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ കാണുക. അതാണ് ഈ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുക. വളരെ മനോഹരമായിട്ട് പാടി, താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന വ്യക്തിയെ പോലെ പാടിയതായിട്ടാണ് തോന്നിയത്. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഫാദർ. ഇനി എവ്ലെറ്റിന്റെ ഈ ഫസ്റ്റ് റൗണ്ടിലത്തെ ലാസ്റ്റ് പെർഫോമൻസിന്റെ മാർക്കിലേക്ക് നമുക്ക് പോവാം. സിസ്ലി, എവ്ലെറ്റ് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 7.5, ഒന്ന് 8.5. അതിനും ഡൗട്ടാണോ? 8.5. ആ, നല്ല സ്ട്രോങ്. ഭയം നമുക്ക് വിശ്വാസികൾക്ക് പാടില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഏത് വേണം? 7.5, 8.5? 7.5, 8.5. ഓക്കെ, 8.5. കുട്ടികളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴേ അതിന് വരെ ഇങ്ങനെ നിൽക്കുക. എന്ത് പറ്റി മനോജ് ചേട്ടാ? എങ്കിൽ എവ്ലെറ്റ് പറയട്ടെ, എത്ര മാർക്കാണ് വേണ്ടേ? ആ, എങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡ് വരെ എത്തും. എവ്ലെറ്റ് പറയാൻ നിന്ന് കഴിഞ്ഞാല് അതങ്ങനെ ആദ്യമേ ചോദിച്ചു. എല്ലാത്തിലും ഒരു സ്റ്റക്കാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അവനാൻ തന്നെ ജഡ്ജ് ചെയ്യണമെന്ന്. അപ്പൊ ഈ ഒരു ജഡ്ജ്മെന്റില് എവ്ലെറ്റ് ആണ് ജഡ്ജ് ചെയ്തതെങ്കിൽ എത്ര മാർക്ക് കൊടുക്കുമായിരുന്നു? 8 മാർക്സ്. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ ഞാൻ അതിൽ കൂടുതൽ തരികയാണ്, 8.5. താങ്ക് യു സർ. എവ്ലെറ്റിനെക്കാട്ടിലും വലിയ മനസ്സാണ് നമ്മുടെ മനോജ് ചേട്ടന്റെ. കണ്ടോ കൂടുതൽ മാർക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ അച്ഛനും 8.5 ആണോ? എവ്ലെറ്റ് നന്നായി പാടിയതുകൊണ്ട് 8.5. താങ്ക് യു. അയ്യോ, എവ്ലെറ്റിന് അത്ര സന്തോഷമൊന്നുമില്ല. പക്ഷെ എവ്ലെറ്റിന് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് മൊത്തം 25.5 മാർക്സ് ആണ് 30-ല്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അപ്പോ ലാസ്റ്റിലത്തെ ഈ ഫസ്റ്റിലത്തെ റൗണ്ടിലത്തെ ലാസ്റ്റിലത്തെ പാട്ടിന് നല്ലൊരു മാർക്ക് കിട്ടി. ഇതേപോലെ ഇങ്ങനെ തളർന്നൊന്നും നിൽക്കാതെ നല്ല ഉഷാറായിട്ട് നല്ല ആക്റ്റീവായിട്ട് അടുത്ത റൗണ്ടിൽ വരണം കേട്ടോ. ഓക്കെ, ശരി. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡും കഴിഞ്ഞു. നമുക്ക് കാണാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ജീവിതത്തിൽ വന്നു നിരന്നിടുമ്പോൾ
പറയാ, മോളുടെ പാട്ട് കേട്ട് വികാരാതീതനായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. ശരിക്കും രാജാതിരാജൻ കാലിത്തൊഴുത്തിൽ മനോജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപിദാസന് പാതേയമാകാൻ തിരുവോസ്തിയായതി രഹസ്യമെന്തേ? മിലൻ വളരെ വളരെ മനോഹരമായിട്ട് പാടി. ഈ സംഗീതം എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ മെഡിസിൻ ആണെന്നാണ് പറയാറ്. ദൈവം മനുഷ്യൻ നൽകിയിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള ഒരു ഔഷധം ആണ് സംഗീതം. സേറ നന്നായിട്ട് പാടി കേട്ടോ. നല്ല നല്ല ഔട്ട്ഫിറ്റ്, സേറയ്ക്ക് ഇണങ്ങുന്ന ഒരു ഔട്ട്ഫിറ്റും നല്ല രസമുണ്ടായിരുന്നു. സ്റ്റേജിൽ നിൽക്കുന്ന കാണാനും പെർഫോം ചെയ്യുന്ന കാണാനും. മനോജേട്ടനും അച്ഛനും ഒക്കെ പറഞ്ഞ പോലെ പ്രസന്റേഷൻ നല്ലതായിരുന്നു. സ്മൈൽ ചെയ്ത് ഈ പാട്ടിന് ആവശ്യം അതാണ്.